ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച MT വാസുദേവൻ നായരുടെ ജീവചരിത്രം താഴെ പറയുന്നവരിൽ ആരാണ് രചിച്ചത്? 2025 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച MT വാസുദേവൻ നായരുടെ ജീവചരിത്രം താഴെ പറയുന്നവരിൽ ആരാണ് രചിച്ചത്? ഡോക്ടർ K. ശ്രീകുമാർ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡോക്ടർ K. ശ്രീകുമാർ. ഇന്ത്യയിൽ നടന്ന പ്രഥമ ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഇന്ത്യയിൽ നടന്ന പ്രഥമ ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ്ഫിഷർ. ഓപ്ഷൻ ബി ഹിമാലയൻ കിങ്ഫിഷർ. 2026 നടക്കുവാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക വേദി ഏത് ജില്ലയിൽ ആണ്? 2026 നടക്കാൻ പോകുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക വേദി തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ല. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യത്തിന്റെ പേര് ലീപ് 1. ഓപ്ഷൻ സി ആണ് ഉത്തരം. ലീപ് 1. ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ധ്രുവ സ്പേസിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് 1 എന്നത്. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം രചിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും ആരാണ്? അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം രചിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും ആരാണ്? ശശി തരൂർ ആണ്. ശശി തരൂർ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റാബി വിളകളിൽ ഏറ്റവും മുഖ്യമായത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റാബി വിളകളിൽ ഏറ്റവും മുഖ്യമായത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് ഗോതമ്പാണ്. ഓപ്ഷൻ ബി ഗോതമ്പ്. ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ കമ്മിറ്റി ഏത്? ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ച് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? പാർത്ഥസാരഥിയാണ്. പാർത്ഥസാരഥി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. പാർത്ഥസാരഥി കമ്മിറ്റി. കണ്ണിന്റെ ഉൾഭാഗത്ത് അസാമാന്യമായ മർദ്ദം വർദ്ധിക്കുകയും അത് ഒപ്റ്റിക് നാഡിയെ തകരാറിലാക്കി കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വൈകല്യം എന്താണ്? കണ്ണിന്റെ ഉൾഭാഗത്ത് അസാമാന്യമായ മർദ്ദം വർദ്ധിക്കുകയും അത് ഒപ്റ്റിക് നാഡിയെ തകരാറിലാക്കി കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്ന ഹേലി നാഷണൽ പാർക്ക് നിലവിൽ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എന്ത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഹേലി നാഷണൽ പാർക്ക്. ഹേലി നാഷണൽ പാർക്ക് നിലവിൽ അറിയപ്പെടുന്ന പേര് കോർബറ്റ് ദേശീയോദ്യാനം എന്നാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഹേലി നാഷണൽ പാർക്ക്. ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് കോർബറ്റ് ദേശീയോദ്യാനം എന്നാണ്. ഇന്ത്യയിൽ കേന്ദ്ര തലത്തിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ കേന്ദ്ര തലത്തില് ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ സി പ്രസിഡന്റ്.
2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായ വ്യക്തി താഴെ പറയുന്നവയിൽ ആര്? 2025 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡിൽ അർഹനായ വ്യക്തി ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി. ഓപ്ഷൻ ബി. 43ാമത് ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് നിതിൻ ഗഡ്കരി. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് അടക്കമുള്ള വിമാനങ്ങൾക്കായി കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് അടക്കമുള്ള വിമാനങ്ങൾക്കായി കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ഗവേഷണ സ്ഥാപനം. ഓപ്ഷൻ സി ആണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന. DRDO ആണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചത്. DRDO. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ മാതൃക വിജയകരമായി അവതരിപ്പിച്ച രാജ്യം ഏതാണ്? മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ മാതൃക വിജയകരമായിട്ട് അവതരിപ്പിച്ചത് ചൈനയാണ്. ചൈന. ഇന്ത്യയെയും മ്യാൻമാറിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, ജലപാത, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ഏതാണ്? ഇന്ത്യയെയും മ്യാൻമാറിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, ജലപാത, തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യ, മ്യാൻമാർ. കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായ വ്യക്തി ആര്? കേരളത്തിന്റെ 23ാമത് ഗവർണറായി നിയമിതനായ വ്യക്തി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരി നദിയാണ്. ഗോദാവരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് എന്ന് കമന്റ് ചെയ്യുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായർ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. ഓപ്ഷൻ ബി, പയ്യന്നൂർ. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആർദ്രം പദ്ധതിയിൽ പെടാത്തത്. അപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക ശരിയാണ്. പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് വിപുലപ്പെടുത്തുക ശരിയാണ്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ശരിയാണ്.
കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ ശരിയാണ്. 1, 3 എന്നിവ ശരിയാണ്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അടുത്ത ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്നത് ഡിണ്ടിഗലിനെയും കൊല്ലത്തിനെയുമാണ്. ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം ഓപ്ഷൻ സി ആണ്. മലബാർ വന്യജീവി സങ്കേതം. എത്രാമത്തേതാണ്? 16ാമത്. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്ന രാജ്യം ഏതാണ്? 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്ന രാജ്യം ജപ്പാൻ. ഓപ്ഷൻ ബി, ജപ്പാൻ. ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുഡ് എന്ന രോഗമുണ്ടാക്കുന്നത്? അറ്റ്ലസ് ഫുഡ് എന്ന രോഗമുണ്ടാക്കുന്നത് ഫംഗസ് ആണ്. ഫംഗസ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നത് നീലവൃത്തമാണ്. നീലവൃത്തമാണ് പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നത്. നീലവൃത്തം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കാഗോൺ. മറ്റൊന്ന് ഏത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്ന് ഏതാണ്? ഇൻസുലിൻ ആണ്. ഓപ്ഷൻ എ, ഇൻസുലിൻ. ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്നേഹസാന്ത്വനം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് ഓപ്ഷൻ സി 3. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. GST എന്നതിന്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്. 103ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായ ജോഡികളാണ്. ശരിയായ ജോഡികൾ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ശരിയാണ്. 2017 ജൂലൈ 1 ഈ നിയമം വന്നത്, നിലവിൽ വന്നത് എന്ന് പറയുന്നു. ശരിയാണ്. ബി എന്താണ്? 103ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രാമത്തെ ഭേദഗതിയാണ്? 101ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. അതുപോലെ ഡി പറയുന്നു ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. GST ഏതാണ്? പരോക്ഷ നികുതിയാണ്. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ തന്നിരിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർ. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്.
ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിപാടിയുടെ പദ്ധതിയാണ്. ഏതാണ്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. ഖസാക്കിന്റെ ഇതിഹാസം. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി, ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? ഇന്ത്യയിൽ സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത് ബോംബെ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബോംബെ യൂണിവേഴ്സിറ്റി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ്. ഓപ്ഷൻ സി ആണ് മുംബൈ. കോട്ടണോപോളിസ്, മുംബൈ. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് GVHSS വിധുരയാണ്. തിരുവനന്തപുരം ജില്ലയിലെ GVHSS വിധുര സ്കൂളിലാണ് ആദ്യമായിട്ട് ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താൻ. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ എത്ര എണ്ണമാണ്? 11 നദികളാണ് ഉള്ളത്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികൾ എത്ര എണ്ണമാണ്? 11. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത് വിദ്യാതീരം. പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാതീരം. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. റാണി ഗൗരി ലക്ഷ്മിബായി. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏത് രാജ്യങ്ങളായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇംഗ്ലണ്ടും ഫ്രാൻസും. ഫ്രാൻസ്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ ചുണ്ണാമ്പുകല്ല്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ ചുണ്ണാമ്പുകല്ല്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഓപ്ഷൻ ബി, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത്. ഇന്ത്യയെ
ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ്. ഓപ്ഷൻ എ ഹരിത വിപ്ലവം. കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം, ഏറ്റവും അധികം വിള വൈവിധ്യമുള്ളത് ഇടനാടാണ്. ഇടനാട് ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള പ്രദേശം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഏത് ചുരമാണ്? ആലട്ടി ചുരമാണ്. ആലട്ടി ചുരം ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സിറസ് മേഘങ്ങൾ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി PT ഉഷയാണ്. ഓപ്ഷൻ സി PT ഉഷ. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്